ഇനി തമിഴ്നാട്ടിലേക്കാണ്. അവിടെ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തെ NDയിലേക്ക് സ്വാഗതം ചെയ്ത് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി വിജയെ ഫോണിൽ വിളിച്ച് ഒന്നിച്ചു നിൽക്കണം എന്ന് EPS ആവശ്യപ്പെടുകയായിരുന്നു. വിജയ് ഈ ആവശ്യം തള്ളിയിട്ടില്ല. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായും. റഹീസ്, കരൂരിലെ ദുരന്തത്തിന് ശേഷം വിജയ്ക്ക് പിന്നാലെ തന്നെയുണ്ട് BJP, ഒപ്പം തന്നെ BJPക്കൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികളും. അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഇന്ന് ഉണ്ടായിരിക്കുന്നു. എടപ്പാടി പളനിസ്വാമി തന്നെ നേരിട്ട് വിജയെ വിളിക്കുന്നു. പക്ഷേ വിജയ് ഇതിനോട് പ്രതികരിച്ചില്ല എന്ന വാർത്ത കൂടി വരുന്നു. എന്താണ് നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, റഹീസ്? പ്രജിൻ, തമിഴക രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ തന്നെയും. കാരണം നേരത്തെ ഈ TVKയുടെ രൂപീകരണ സമയത്ത് AIADMK TVKയുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ സീറ്റ് ധാരണയുടെ പേരിൽ, ഒപ്പം തന്നെ വിജയ്ക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് നിർബന്ധം പിടിച്ചതിൻ്റെ പേരിലൊക്കെയാണ് അത് തെറ്റിപ്പോയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഏറെക്കുറെ അത് തന്നെയാണ് ശരിയും. എന്നാൽ ഒരു ആവർത്തി അതിനുശേഷം ഈ AIADMK BJPയുമായി സഖ്യത്തിലായതിനു പിന്നാലെ TVK ആ സഖ്യത്തിലേക്ക് വരില്ല എന്ന തരത്തിൽ ഏതാണ്ട് ഉറപ്പിച്ച രീതിയിൽ കാര്യങ്ങൾ പോയി. പക്ഷേ കരൂർ അപകടത്തിന് ശേഷം വിജയ് വലിയ പ്രതിരോധത്തിലാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേരിടാൻ കഴിയുന്നില്ല എന്ന നിലയിലേക്ക് സംഭവങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഈ സമയത്ത് ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് AIADMK. AIADMKയുടെ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എടപ്പാടി പളനിസ്വാമി വിജയെ വിളിക്കുന്നു. അദ്ദേഹവുമായി അരമണിക്കൂറിലധികം സംസാരിക്കുന്നു. അതിലെ പ്രധാനമായും ഉന്നയിച്ച ഒരു ആവശ്യം DMK താഴെ ഇറക്കുകയാണ് രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം. അപ്പോൾ ഒരുമിച്ച് നിൽക്കണമെന്ന് എടപ്പാടി പളനിസ്വാമി വിജയോട് പറയുന്നു. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ സംസാരത്തിൽ ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം വിജയ് പ്രതികരിച്ചത് ജനുവരിയിൽ താൻ നിലപാട് വ്യക്തമാക്കാമെന്നാണ്. ഇതാദ്യമായിട്ടാണ് വിജയ് അത്തരത്തിൽ പറയുന്നത്. സഖ്യസാധ്യത വിജയ് തള്ളുന്നുമില്ല. എന്തായാലും എന്ത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന നിലപാടിലാണ് BJPയും ഉള്ളത്. പ്രജിൻ, അത് നിൽക്കക്കള്ളിയില്ലാതെ വിജയ്ക്ക് ഒരുപക്ഷെ ആ തീരുമാനത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ജനുവരിയിലായിരിക്കും ആ തീരുമാനം ഉണ്ടാവുക എന്നുകൂടി അറിയുന്നു. റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.